ചോറിൻ്റെ കൂടെയൊക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് വഴുതനങ്ങ മുളക് കറി. പെട്ടെന്ന് കറി ഉണ്ടാക്കണം എന്നുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലൊരു കറി ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് എങ്ങനെയാണ് വഴുതനങ്ങ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള വഴുതനങ്ങയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ 1.5 എടുക്കുന്നത്. 2 എണ്ണം മുഴുവനായി എടുത്തില്ല. ഇതിങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. തീരെ ചെറിയ കഷ്ണങ്ങളാക്കരുത്, ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4-5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത് ഇവ ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു പുളിയാണ്. ഇത് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്ത് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇത് നമുക്ക് വേവിച്ചെടുക്കണം. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് കുറുകി വരും, അതുകൊണ്ട് കുറച്ച് കൂടുതലായി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാനിവിടെ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗവിലേക്ക് മാറ്റാം. ആദ്യം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വഴുതനങ്ങ പെട്ടെന്ന് തന്നെ വേവുന്നൊരു വെജിറ്റബിൾ ആണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുകയും വേണം. ഇതാ ഇപ്പോൾ വഴുതനങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. കൂടുതൽ നേരം വെക്കുമ്പോൾ തീരെ ഗ്രേവി ഇല്ലാതാവും. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തൊഴിക്കാം. ഇത് വേണമെന്നില്ല, അങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. അതിനായി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉലുവ കൂടി ചേർക്കാം. കൂടെ കറിവേപ്പിലയും ഇട്ട് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്, അതാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്